സമൃദ്ധിയുടെ വിളംബരമായി തമിഴ്നാട്ടിൽ ഇന്ന് തൈപ്പൊങ്കൽ. കാർഷിക സമൃദ്ധി നൽകിയതിന് സൂര്യദേവന് നന്ദി പറയുന്ന ആചാരമായാണ് തൈപ്പൊങ്കൽ ആഘോഷിക്കുന്നത്. പൊങ്കലിനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചുവെങ്കിലും തൈപ്പൊങ്കൽ ദിനത്തിലെ ആചാരങ്ങളാണ് ആകർഷകം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ. സൂര്യദേവനുള്ള പൊങ്കൽ സമർപ്പണമാണ് തൈപ്പൊങ്കൽ ദിനത്തിലെ പ്രധാന ചടങ്ങ്. ഇന്നലെ ഭോഗിയായിരുന്നു. വീട്ടിലുള്ള പഴകിയ വസ്തുക്കളെല്ലാം ഒഴിവാക്കി വീടും പരിസരവും ശുദ്ധിയാക്കി വെക്കുന്ന ദിവസം. അതിനുശേഷമാണ് തൈപ്പൊങ്കൽ എത്തുന്നത്. പൊങ്കൽ പാനയെന്ന് വിളിക്കുന്ന മൺകലത്തിൽ അരിയിട്ട് പാലിൽ വേവിക്കും. പാത്രത്തിൽ മഞ്ഞൾ നൂലിൽ കോർത്ത് കെട്ടിവെക്കും. അരി, കരിമ്പ്, പഴം, നാളികേരം എന്നിവ സൂര്യന് സമർപ്പിക്കും. பொங்கல் பானையில் பொங்கல் வச்சு சூரிய பகவானுக்கு நமஸ்காரம் செய்து சாப்பிடுறது தமிழர்களுடைய பண்பாடு. அது காலங்காலமாக தொண்டு தொட்டு வர்றது, அதை யாராலையும் மாற்ற முடியாது. என்ன விசேஷம் எங்கே இருக்கிறோம் பொங்கலுக்கு அவங்களுடைய தகுதிக்கு ஏற்ப ஒரு சின்ன பானையில் இது வெண்பொங்கலோ இல்லை முந்திரி திராட்சை போட்டு பொங்கல் செய்து சூரிய பகவானுக்கு நமஸ்காரம் பண்ணிவிட்டு சாமி கும்பிட்டுட்டு சாப்பிட்டுட்டு அவங்க சொந்த ஊருக்கு போகிறவங்களும் இருக்காங்க. ஊருக்கு போயிட்டு அங்கே கிராமத்துங்களை பொங்கல் വെച്ച് കുമ്പിടുന്നവങ്ങളും இருக்காங்க. ഭോഗി, തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, കാണും പൊങ്കൽ ഇങ്ങനെയാണ് പൊങ്കലുമായി ബന്ധപ്പെട്ട 4 ദിവസത്തെ ആചാരങ്ങൾ. മാട്ടുപൊങ്കൽ ദിവസമാണ് ജല്ലിക്കെട്ട് നടക്കുക. വർഷം മുഴുവൻ കർഷകരെ സഹായിക്കുന്ന കാലികൾക്കുള്ള ആദരമാണ് ഈ ദിനം. മധുരയിലെ അലങ്കാനല്ലൂർ, പാലമേട് തുടങ്ങിയ പ്രധാന ജല്ലിക്കെട്ട് കേന്ദ്രങ്ങളിലെല്ലാം ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ബന്ധുവീടുകളിലെ സന്ദർശനമാണ് കാണും പൊങ്കൽ. അതോടെ ഈ വർഷത്തെ പൊങ്കൽ ആഘോഷങ്ങൾ സമാപിക്കും. 24 ചെന്നൈ.